ഇന്ന് നമ്മുടെ ട്രേഡിംഗ് ഡേയിലെ 23ാമത്തെ ട്രേഡിംഗ് ദിനമാണ്. നമ്മളിതുവരെ 22 ദിവസം ട്രേഡ് ചെയ്തതിൽ 10 ദിവസം ലോസും 12 ദിവസം പ്രോഫിറ്റുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുപ്പിച്ച് 3 ദിവസം ലോസ് ആണ് നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, ലാസ്റ്റ് 6 ഡേയ്സ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. ആ ദിവസങ്ങളിൽ കിട്ടിയ പ്രോഫിറ്റിൽ നിന്നുള്ള ചെറിയൊരു പോർഷനാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നഷ്ടപ്പെട്ടേക്കുന്നത്. നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഒന്നും പോകുന്നില്ല. ഒരു ദിവസം 1:4 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ദിവസം. അപ്പോൾ ആ ദിവസത്തെ ഈ 4 പോർഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വരുന്ന 4 ദിവസത്തേക്ക് നമുക്ക് ലോസ് അടിച്ചാൽ കണ്ടിന്യൂസ്ലി പോയാലും കുഴപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ 2 പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഈ ഒരു ലൈനിൽ വന്ന് ടച്ച് ചെയ്യുമോ ഇല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ താഴത്തേക്കോ, ഇവിടെ ടച്ച് ചെയ്ത് താഴത്തേക്ക് വരുന്നില്ല എന്ന് കണ്ടാൽ മുകളിലേക്കോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് പ്ലാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് സ്ട്രോങ്, റെസിസ്റ്റൻസ് ആണോ സപ്പോർട്ടാണോ എന്ന് നമുക്കറിയണം. അതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്തിട്ടൊരു ഓർഡർ എടുക്കാമെന്ന അവസ്ഥയിൽ കാത്തിരിക്കുകയാണ്. എന്തായാലും ട്രേഡ് എൻട്രി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്മളങ്ങനെ പവർ ഗ്രിഡിൽ ഒരു എൻട്രി എടുത്തു. 319.95 പ്രൈസ് വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാം. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു, അതങ്ങ് വെക്കുവാണ്. ബൈ ചെയ്തു, ട്രിഗർ, സെല്ല്, സ്റ്റോപ്പ് ലോസ് 318.35. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തു, അതിപ്പോൾ വയ്ക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് നോക്കാം. നമ്മുടെ ടാർഗറ്റ് വരുന്നത് 1%, 1:2 ആണ്. അത് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നു. ഇപ്പം നമ്മളതൊന്നും തൽക്കാലത്തേക്ക് ചെയ്യുന്നില്ല. മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയിട്ട് ഇത് ടോട്ടൽ മൂവ് ചെയ്തിട്ടുള്ളത് ലോ ടു ഹൈ നോക്കിക്കഴിഞ്ഞാൽ 1%-ൻ്റെ മൂവാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്തു എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത്. താഴത്തേക്ക് 1% പോന്നിട്ടുള്ളതാണ്. സോ ഇനിയും അതിന് താഴത്തേക്ക് വേണമെങ്കിൽ പോരാ. അപ്പോൾ എന്താ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല. അതർവൈസ് നമ്മളെടുക്കുന്ന ഏതൊരു ട്രേഡിനും 50-50 ചാൻസാണ് ഉള്ളത്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ആ ക്യാൻഡിലിൽ കാണാൻ പറ്റും, 1 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വോളിയം ആ ക്യാൻഡിലിൽ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റായിട്ട് ഇവിടുന്ന് ആരൊക്കെയോ സെല്ല് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക്. അവരൊക്കെ ഒരുപക്ഷെ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഭാഗത്ത് സെല്ല് ചെയ്തവരൊക്കെ ഇവിടെ വെച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസ് അതൊരു ബൈയിങ് ഓർഡർ ആയിരിക്കും. അങ്ങനെയാണ് കുറേ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ട്രിഗറായിട്ടുണ്ടാവാം. അതുകൊണ്ടാവും ഈ വോളിയം ഇവിടെ അത്ര കൂടുതലായിട്ട് വന്നേക്കുന്നത്. എനിവേ അതൊരു ബൈയിങ് ഓർഡർ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. സോ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും. നമുക്ക് പോസ് ചെയ്തിട്ട് പിന്നീട് നോക്കാം. മാർക്കറ്റ് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കൂടിയ ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. ഒരു 1:4 കിട്ടാൻ സാധ്യത നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മളങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ വീഡിയോസ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഞാനും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. സോ ഇത് കാണുന്നവരെല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കുറേ കൺസെപ്റ്റ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയത് വെച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറയുന്നതൊന്നും ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ഏത് സ്ട്രാറ്റജി ആര് പറഞ്ഞ് പഠിപ്പിച്ചാലും പഠിക്കുക, അത് പഠിക്കാൻ വേണ്ടി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ തീരുമാനമായിരിക്കണം. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് വന്നാലും അതെല്ലാം നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ഐഡിയാസ് കൊണ്ടാണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ കാര്യവും കാരണങ്ങളും മനസ്സിലാക്കി മുന്നിലേക്ക് അത് തിരുത്തി, എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ മുന്നിലേക്ക് അത് തിരുത്തി പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുക. മാർക്കറ്റ് ഇപ്പോൾ 1:1 വരുവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്ന ഈ മഞ്ഞ ലൈനുകൾ അത് 1:1, 1:2, 1:3 അങ്ങനെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ 1:1 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്താ സംഭവിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇന്നിപ്പോൾ നമ്മളുടെ ട്രേഡ് ലോസിലേക്ക് വന്നിട്ടുണ്ട്. 1:1 തൊട്ടടുത്ത് വരെയാണ് പോയതിന്ന്. കഴിഞ്ഞ 3 ദിവസം നോക്കിയാലും നമ്മൾ എടുത്ത ട്രേഡുകളെല്ലാം 1:1 ടച്ച് ചെയ്തതിന് ശേഷം ലോസിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഒപ്പം മാർക്കറ്റ് കുറച്ചധികം സ്ലോയുമാണ്. സോ കുറച്ച് കൂടുതൽ സമയം എടുക്കും. എന്തായാലും നോക്കിയിരിക്കുന്നത് കുറച്ച് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ നോക്കാം. ഓക്കെ. ട്രേഡിങ്ങിൽ ട്രാപ്പ് ട്രേഡിംഗ് എന്ന് നിങ്ങളൊരു പക്ഷേ പലയിടത്തും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ട്രാപ്പ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ കണ്ടു മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഡൗൺ വെച്ചു. അതിന് ശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് മുകളിലേക്കൊരു മൂവാണ് നടത്തിയത്. ഒപ്പം ഇത് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷൻ ലൈനാണ്. ഇതൊരു പ്രൈസ് ആക്ഷൻ ലൈനാണ്. മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് അതിന് മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ എപ്പോഴാണോ മുകളിലേക്ക് പോകാൻ പറ്റാതാവുന്നത് അവിടെ വെച്ച് മാർക്കറ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്യും, ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അതാണ് മാർക്കറ്റിൻ്റെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം. ഒരു ലൈൻ വരച്ച പോലെ ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ മൂവ് ചെയ്യാറില്ല. അതിങ്ങനെ സ്വിങ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. അതാണ് മാർക്കറ്റിൻ്റെ നേച്ചർ. ഇതിനകത്ത് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ പറ്റാതായതിന് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ വോളിയം ഈ ഒരു ക്യാൻഡിലിൽ വന്നിട്ട് താഴത്തേക്ക് പുഷ് ചെയ്ത് മാക്സിമം പുഷ് ചെയ്തു. അപ്പോൾ മുൻ ക്യാൻഡിലിനെ അപേക്ഷിച്ച് വോളിയം കുറച്ച് കൂടുതൽ ഇവിടെ വന്നു. അങ്ങനെ കൂടുതൽ വോളിയം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനാണ് ട്രാപ്പായി, അതായത് സെല്ലേഴ്സൊക്കെ ഇതിൽ വന്നിട്ട് ട്രാപ്പായി എന്ന് പറയാം. അപ്പോൾ ഒത്തിരി അധികം വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇവിടെ സെല്ല് ചെയ്തവരുടെ എല്ലാവരെയും ആ പ്രൈസിന് റിവേഴ്സ് ചെയ്തുകൊണ്ട് ക്യാൻഡിൽ മുകളിലേക്ക് പോവുകയാണ്. സോ ഇതിനെയാണ് നമ്മൾ ട്രാപ്പ് ട്രേഡിംഗ് എന്ന് പൊതുവേ പറയുന്നത്. വീണ്ടും മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. സോ വീണ്ടും 2 ക്യാൻഡിലുകൾ വലിയ വോളിയത്തിൽ തന്നെ താഴത്തേക്ക് വെക്കുകയാണ്. അതിനിപ്പോൾ തിരിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ പൊതുവെ സംഭവിക്കുമ്പോഴൊക്കെ എങ്ങോട്ടാണ് കൂടുതൽ വോളിയം വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് പൊതുവിൽ മെജോറിറ്റി ടൈംസ് മൂവ് ചെയ്യാറുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആകണം നിർബന്ധമില്ല. മാർക്കറ്റിൽ അങ്ങനെ എഴുതി വെച്ചപ്പെട്ട ഒരു നിയമം അതെപ്പോഴും ഒരേപോലെ പാലിക്കപ്പെടുന്ന ഒരു സ്വഭാവം മാർക്കറ്റിലില്ല. കൂടുതൽ സമയം സംഭവിച്ച സാധ്യതകൾ അതാണ് നമുക്ക് മാർക്കറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. മാർക്കറ്റ് എപ്പോഴും ഒരു പ്രോബബിലിറ്റി മാത്രമാണ്, ഒരു സാധ്യതയാണ്. ആ സാധ്യത കൂടുതൽ ഇങ്ങോട്ട് പോകാനാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റാണ് മാർക്കറ്റിൽ വിജയിക്കാൻ നമുക്ക് വേണ്ടത്. എത്ര നമ്മൾ ലോസായിട്ട് കളയുന്നോ അതിൻ്റെ ഇരട്ടിയെങ്കിലും ഓരോ ട്രേഡിലും നമ്മൾ പ്രോഫിറ്റായിട്ട് എടുത്തിരിക്കണം. അത് മാത്രമാണ് മാർക്കറ്റിൽ വിജയിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇന്ന് നല്ല സ്ലോ തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്തിട്ട് അറിയിക്കാം. മാർക്കറ്റ് അങ്ങനെ ഇല്ല, കുറച്ചധികം സമയമായി. അപ്പോൾ നമ്മൾ 1:2 അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് പ്രൈസ് ആക്ഷൻ ലൈനാണ് നമ്മൾ കാണുന്നത്. സോ അവിടെ എന്ത് മാർക്കറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ 1:2 എടുത്താലും കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ലോസ് കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് 3 ദിവസം നമ്മൾ ലോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു 356 രൂപ ലോസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി കുഴപ്പമില്ല, കാരണം ലാസ്റ്റ് പ്രോഫിറ്റ് കിട്ടിയ ദിവസം 460 രൂപ ഉണ്ടായിരുന്നു. സോ ഈ 356 രൂപ ലോസ് പോയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇത് നോക്കിയിട്ട് എക്സിറ്റ് എടുക്കേണ്ടി വരും. എന്തായാലും അതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് ട്രയൽ ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കണ്ടിന്യൂസ് 3 ദിവസം ലോസ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ലോസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് ചില്ലറ 10-70 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി പോവുകയാണെങ്കിൽ 1:1 സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ടാർഗറ്റ് 1:4 ആണ്. അപ്പോൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. എന്തായാലും ഞാൻ അറിയിക്കാം. ഓക്കെ, നമ്മളെന്തായാലും 1:1 ട്രയൽ ചെയ്യാൻ പോവുകയാണ്. കാരണം അവിടെ വരെ വന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി അത് പോന്നാലും നമ്മൾ 1:1 നിന്ന് പ്രോഫിറ്റ് എടുക്കുക എന്ന ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് ട്രയൽ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ക്യാൻഡലിൻ്റെ ലോയിലേക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇനി മിനിമം 1:3 or 4 എത്തട്ടെ, അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി ഒരു തീരുമാനമായിട്ട് അറിയിക്കാം. മാർക്കറ്റ് നമ്മുടെ ട്രailing സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് തിരിച്ചു പോകാൻ തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ വരയ്ക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. ഇത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഇന്ന് കാലത്തെ ഈ ഒരു പോയിൻ്റ് ഈ 2 പോയിൻ്റുകളെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ആ ഒരു ലൈനിനെ നല്ല രീതിയിൽ വാല്യുവേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ലൈനിനെ എപ്പോഴാണ് ബ്രേക്ക് ചെയ്ത് താഴെ ഒരു ക്ലോസിങ് തരുന്നത്, അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് പോരാനും അതല്ല എങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുമാണ് ഒരു സാധ്യത. നമ്മളിവിടെ ട്രേഡിങ്ങിൽ പറയുന്നതെല്ലാം ഞാൻ എടുത്തു പറയുവാണ്, എല്ലാം ഒരു സാധ്യതകൾ മാത്രമാണ്. അപ്പോൾ കൂടുതൽ തവണ അങ്ങനെ ആവാനാണ് സാധ്യത, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ക്യാൻഡിൽ പോലും ഇപ്പോൾ ഇവിടെ വന്നത് ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ നമുക്കറിയാം ഇതൊരു റെസിസ്റ്റൻസ് ലൈനാണ്. ഇവിടം വരെ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. വീണ്ടും ഇതിനെ ക്രോസ് ചെയ്യാൻ മാർക്കറ്റിന് പറ്റുന്നില്ല എങ്കിൽ ഇവിടെ നിന്നൊരു ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ അത് വെച്ച് താഴത്തേക്ക് മാർക്കറ്റ് പോരുവാണെങ്കിൽ ഇന്നിനി മാർക്കറ്റ് തിരിച്ച് പോരാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് താഴത്തൊരു ക്ലോസിങ് തന്നാൽ ആ ഉള്ള മാക്സിമം പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പോരാൻ നോക്കിയേക്കും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനി എവിടെ വരെ മാർക്കറ്റ് സപ്പോർട്ട് കിട്ടാം എന്നതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ച് വെക്കുന്നതാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് മുകളിൽ തരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ 1:4 ടാർഗറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സപ്പോർട്ട് ലൈനിൻ്റെ താഴത്ത്, അതായത് 1:2 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈ 1:4 ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് പോന്നാലും നമുക്ക് 1:2 എന്തായാലും കിട്ടും. ഇനി മാക്സിമം പോവുകയാണെങ്കിൽ 1:4 നമുക്ക് എടുത്തിട്ട് പോരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് തീരെ മൊമെൻറ്റം ഇല്ലാത്ത രീതിയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ താഴത്തേക്ക് പോരാനായിരിക്കാം കൂടുതൽ സാധ്യത. ഇവിടെ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇടിവെട്ടുണ്ട്. സോ കുറച്ചധികം നേരത്തേക്ക് നമുക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഒരു 323.50 ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ക്രോസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, മാർക്കറ്റ് അങ്ങനെ നമ്മുടെ റെസിസ്റ്റൻസ് ലൈനിനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 323.50 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും ട്രയൽ ചെയ്യാം. അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ താഴത്തേക്ക് അല്ലെങ്കിൽ 1:2 നമുക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രയൽ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ടാർഗറ്റ് വെക്കുക എന്നുള്ളതായിരിക്കും. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ്.
അത് ഹിറ്റ് ചെയ്യുന്നവരെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാൻഡിൽ താഴത്തേക്ക് ക്ലോസ് ചെയ്യുമോ മുകളിലേക്ക് ക്ലോസ് ചെയ്യുമോ അതാണ് നമുക്കിനി അറിയേണ്ടത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് അങ്ങനെ നമ്മുടെ ലൈനിന് മുകളിൽ ക്ലോസിങ് തന്നു. സോ നമ്മൾ 1:2 ട്രയൽ ചെയ്യാൻ പോവുകയാണ്. 23:15 നമ്മുടെ 1:2 വരുന്നത്. നമ്മളങ്ങോട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുകയാണ്. ഇനി മാർക്കറ്റ് വൺ സൈഡായിട്ട് മുകളിലേക്ക് പോകണം, അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്കിപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രേഡ് ഇവിടെ കൊണ്ട് അവസാനിക്കും. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് 260 രൂപയാണ് പ്രോഫിറ്റ് നിൽക്കുന്നത്. ഈ ക്യാൻഡിൽ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ക്യാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഫസ്റ്റ് 1 മിനിറ്റിലെ താഴത്തേക്കുള്ള പുഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 ദിവസത്തെ ലോസിന് ശേഷം നമ്മളിന്ന് പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരുവാണ്. ഇത് നമ്മളുടെ 23ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 ദിവസമാണ് ടോട്ടൽ നമുക്ക് ലോസ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് ആയിരിക്കും എന്തായാലും. അങ്ങനെ വരുമ്പോൾ 13 പ്രോഫിറ്റും 10 ലോസും. നമുക്ക് വേണ്ടത് 40% വിൻ റേഷ്യോ ആണ്. കാരണം നമുക്ക് വിജയിക്കാനായിട്ട് 1:2 റിസ്ക് റിവാർഡ് വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരുന്നാൽ 40% വിൻ കിട്ടിയാൽ മതി. നെറ്റ് നമ്മൾ നല്ല പ്രോഫിറ്റിലേക്ക് വരും. മാർക്കറ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ ഇത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ ഹിറ്റ് ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. സോ നമ്മളിന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചിരിക്കുവാണ്. നമുക്ക് എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് നോക്കാം. പിന്നെ ട്രേഡിൻ്റെ ലോജിക്കും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 242 രൂപ നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടി. നമുക്ക് ചിലവാക്കേണ്ടി വന്നത് ഞാനിവിടെ ഒന്ന് കാണിക്കാം. നമ്മൾ ബൈ ചെയ്തത് 77 ക്വാണ്ടിറ്റിയാണ്. അതിന് നമുക്ക് ചിലവ് വന്നത് ഏകദേശം 4,800 രൂപ 4,900 രൂപയ്ക്ക് അടുത്താണ് നമുക്ക് ചിലവ് വന്നത്. നമ്മൾ ബൈ ചെയ്ത പോയിൻ്റാണ് നമ്മൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസിൽ നമ്മൾ ബൈ ചെയ്തു. അതിന് വേറൊരു കാരണവും ഇല്ലായിരുന്നു. നമുക്കറിയാം ഫസ്റ്റ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അവിടെ നേരെ മാർക്കറ്റ് താഴത്തേക്ക് പോയി ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നു. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയുന്നൊരു പ്രക്രിയ എത്രയാണോ മാർക്കറ്റ് ഗ്യാപ്പ് വെച്ച് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1%, നിയർലി 1% ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന പല ദിവസങ്ങളിലും ഇല്ലെങ്കിൽ മെജോറിറ്റി ദിവസങ്ങളിലും മാർക്കറ്റ് ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പിന്നീട് ഒരു മൊമെൻറ്റം നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഫില്ല് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണെന്ന് നമുക്കറിയാം, ഗ്യാപ്പ് വന്നതായതുകൊണ്ട്. ഇനി ഇവിടുന്ന് മാർക്കറ്റ് ചിലപ്പോൾ താഴത്തേക്ക് പോകാം, അതല്ലെങ്കിൽ മുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഏകദേശം 70 അതിലധികമോ ശതമാനം ദിവസങ്ങളിലും മാർക്കറ്റ് നടത്താറുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ഇതാണ്. ഇത് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലൈനായിരുന്നു, ഇതൊരു സപ്പോർട്ട് ലൈനായിരുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് നല്ലൊരു റിജക്ഷനാണ് മുകളിലേക്കുള്ളത്. അപ്പോൾ ബൈയിങ് പ്രഷർ വന്നു, ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അടുത്തൊരു ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിലായി, തീരുമാനമൊന്നുമില്ല. നെക്സ്റ്റ് ക്യാൻഡിലിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിങ് ഇവിടെ തരുവാണ്. സോ നമ്മൾ അവിടുന്ന് ബൈ ചെയ്തു. ഇവിടുന്ന് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ നേരത്തെ തന്നെ പറയാറുള്ള പോലെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കും. അതിവിടെയാണ് 1% എബോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് 1:2 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് ഇവിടം വരെ എടുത്താൽ ഇന്ന് ആവശ്യത്തിനുള്ള പ്രോഫിറ്റായി. ഇനി ഇവിടം ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന് അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണുള്ളത്. നമ്മൾ പറയാറുണ്ട് ഈ രണ്ട് സപ്പോർട്ട് ലൈനുകൾ, പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ നടുഭാഗത്തിന് ഒരു നല്ല പ്രാധാന്യമുണ്ട്, ഒരു തീരുമാനം വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ നോക്കിയിട്ടാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ ബ്രേക്ക് ചെയ്ത് പോയാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രയൽ ചെയ്യുന്നു. പിന്നീട് നമുക്ക് ഇതിൻ്റെ മധ്യഭാഗം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു 1:4 വരെ അവിടം വരെ പോയാൽ കിട്ടാം. ഇനിയും മാർക്കറ്റിന് വേണമെങ്കിൽ അവിടം വരെ പോകാം. പക്ഷേ നമുക്കിന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ലോസ് ആയിരുന്നത് കൊണ്ട് പ്രോഫിറ്റിലേക്ക് വരേണ്ട ഒരു ആവശ്യം നമുക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ട്രയൽ ചെയ്തത് എടുത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വെയിറ്റ് ചെയ്തേനെ. അപ്പോൾ ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോൾ പ്രോഫിറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 242 രൂപ 55 പൈസയാണ് നമുക്കിന്ന് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്. ഇത് നമ്മുടെ ഡെയിലി ജേണലാണ്. 242 രൂപ 55 പൈസ. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഇപ്പം 361. നമുക്കറിയാം ഒരു ദിവസം നമുക്ക് ഒരു ബൈ മിസ്റ്റേക്ക് ഒരു 1000 റുപ്പീസിനടുത്ത് ലോസ് വന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചെറിയ പ്രോഫിറ്റിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 1000 രൂപയും കൂടി ഇവിടെ കൂടുതൽ പ്രോഫിറ്റായിട്ട് കാണിക്കേണ്ടതായിരുന്നു. തെറ്റൊക്കെ ആർക്കും എപ്പോൾ വേണേലും സംഭവിക്കാവുന്നതാണ്. തെറ്റ് സംഭവിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഇമോഷണലായി ട്രേഡ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുന്നത്. അത് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പോൾ ടോട്ടൽ 23 ദിവസം 13 പ്രോഫിറ്റ് 10 ലോസ്. അപ്പോൾ നമ്മൾ നല്ലൊരു പൊസിഷനിൽ തന്നെയാണ്. അതായത് 100 ദിവസം ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു ട്രേഡുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.